തിങ്കളാഴ്ചയും അതുപോലെ വരാൻ പോകുന്ന 5-ാം തീയതി ഏറെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ സംബന്ധിച്ചും. കാരണം പ്രധാനപ്പെട്ട 2 നിലപാടുകൾ കോടതി സ്വീകരിക്കുന്ന ദിവസം തന്നെയാണ് ഈ തീയതി എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ, അതുപോലെ തന്നെ CMRL എക്സാലോജിക് മാസപ്പടി വിഷയം, ഇതൊക്കെ തന്നെ വലിയ തോതിൽ കത്തി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ഈ ഇടപാടിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം കൂടി മുന്നോട്ട് കൊണ്ടുവരാനുള്ള തിരക്കിട്ട നീക്കമാണ് പരാതിക്കാരൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. പ്രധാനമായും പറയുകയാണെങ്കിൽ കോൺഗ്രസ് നേതാവും MLA-യുമായ മാത്യു കുഴൽനാടൻ, മറുഭാഗത്ത് BJP നേതാവും പരാതിക്കാരനുമായിട്ടുള്ള ഷോൺ ജോർജ്, ഇരുവരും ശക്തമായി തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഉള്ളുകളികൾ പുനർലോകത്തെത്തിക്കണമെന്നും അതിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നത്. എന്നാൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണ ആവശ്യം വിജിലൻസ് കോടതി തള്ളിയിട്ടുണ്ട്. അതിനെതിരെ മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിന് ഉത്തരവിടാനായി തെളിവില്ല എന്നുള്ള നിരീക്ഷണം വിജിലൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് റിവിഷൻ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നിലപാട് കോടതി അംഗീകരിക്കുകയാണെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള ഒരന്വേഷണം കൂടി വീണ വിജയനെതിരെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം GST അടച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ എന്ത് സേവനമാണ് നൽകിയത് എന്നുള്ളത് വ്യക്തമാക്കിയില്ല എന്നായിരുന്നു നേരത്തെ തന്നെ മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടുള്ളത്. കിട്ടിയ പണത്തിന് മുഴുവനുള്ള നികുതി അടച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. എന്തിനീ പണം കിട്ടി എന്നുള്ളതും അങ്ങനെ വന്നാൽ അന്വേഷിക്കേണ്ടി വരും. എന്തു തന്നെ ആയിരുന്നാലും ഈ ഹർജി തിങ്കളാഴ്ച ദിവസം 3-ാം തീയതി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. താൻ നൽകിയ തെളിവുകൾ വിശദമായി പരിശോധിക്കാതെ വിജിലൻസ് കോടതി ഉത്തരവിട്ടു എന്നാണ് അപ്പീൽ ഹർജിയിലൂടെ, റിവിഷൻ ഹർജിയിലൂടെ മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇതേക്കുറിച്ച് മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകണമെന്നാണ് മാത്യു കുഴൽനാടൻ്റെ ആവശ്യം. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് പരാതി തള്ളാൻ കഴിയില്ല എന്നാണ് മാത്യു കുഴൽനാടൻ ഈ ഹർജിയിലൂടെ പറയുന്നത്. അതിൽ നിരവധി കാര്യങ്ങളുണ്ട്. അത് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അതിൽ കുറ്റവാളികളായിട്ടുള്ളവർ പുറത്തു വരികയുള്ളൂ. പരാതി വീണ്ടും പുതുതായി പരിഗണിക്കാൻ ഉത്തരവിടണമെന്നും ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 6-ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഈ ഹർജി തള്ളിയത്. ശേഷം 1 മാസത്തിനിപ്പുറം ഹൈക്കോടതി ഇത് പരിഗണിക്കുമ്പോൾ എന്താകും അതിലെ തീരുമാനമെന്നുള്ളതാണ് മലയാളികൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. ആരോപണത്തെ തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളില്ല എന്നാണ് വിജിലൻസ് കോടതി തീരുമാനിച്ചിരുന്നത്. അതനുസരിച്ചാണ് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്. എന്നാൽ മറുഭാഗത്ത് വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്ക് അക്കൗണ്ടിലൂടെ കോടികളുടെ ഇടപാട് നടത്തിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷോൺ ജോർജും.